ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കിച്ചൻ. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ നാട്ടിലല്ല, ഞാനിപ്പോൾ പുറത്ത് വേറൊരു രാജ്യത്തേക്ക് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു രാജ്യത്തോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് ഇനീഷ്യൽ സ്ട്രഗിളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വിട്ടിട്ട് എനിക്കും വീഡിയോസൊന്നും ഇടാൻ പറ്റാറുണ്ടായിരുന്നില്ല. കാരണം പഠിക്കാനും പോകണം, പാർട്ട് ടൈം ജോലിയും ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ കുറേ കാലം മുന്നേ എടുത്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് ഇവിടെ ഈ രാജ്യത്ത്, അതായത് ഇപ്പോൾ ഞാൻ ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മനിയിൽ കിട്ടുന്ന പരിപ്പും ചീരയൊക്കെ വെച്ചിട്ട് നമ്മുടെ നാടൻ പരിപ്പും ചീരയും എലിശ്ശേരി എങ്ങനെയാണ് വെക്കാമെന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടിയത് ആദ്യം പരിപ്പ് ഒരു 3-4 പിടി പരിപ്പ് എടുത്തിട്ട് കഴുകി കുക്കറിൽ ഉപ്പിട്ട് വേവിക്കാനിടാം. കുക്കറിൽ തന്നെ ഇടണം എന്നൊരു നിർബന്ധമില്ല, പെട്ടെന്ന് വേഗണ പരിപ്പാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ലോക്കൽ ജർമ്മനിലെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടല്ലോ, അൽദീന്ന് വാങ്ങിച്ചതാണ് ഈ പരിപ്പ്. ഒരു റെഡ് കളർ പരിപ്പ്, അധികം വിലയൊന്നുമില്ല, 2 യൂറോയിൽ താഴെ വിലയിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ നാൾ യൂസ് ചെയ്യാം നമുക്കിത്. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് സവാള, ഉള്ളിയാണ് വേണ്ടത്, പക്ഷേ ഉള്ളി എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ സവാളയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് സവാള, പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ജീരകം. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ കിട്ടും, ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ ജീരകമൊക്കെ കിട്ടും. കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കിട്ടായികയൊന്നുമില്ല. കുറച്ച് ജീരകം, അതുപോലെ തന്നെ നാളികേരം. അപ്പോൾ എന്താണ് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പോലത്തെ ഒരു നാളികേരം നമുക്ക് കിട്ടും റവേന്നൊക്കെ വാങ്ങാൻ, ലിഡിലിൽ നിന്ന് വാങ്ങാൻ. പക്ഷേ അതല്ല ഞാൻ യൂസ് ചെയ്യണത്. ഇത് ഞാൻ കോക്കനട്ട് മിൽക്ക് ക്യാനിൽ വരുമല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മറ്റേ നാളികേരാണെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി എന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 2 സ്പൂൺ നാളികേരപ്പാൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കുറച്ച് കട്ടായി പോയതാണ്, അത് ചേർത്ത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക്, അല്ലെങ്കിൽ നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള 1-2 പച്ചമുളക്. ഇതിപ്പോൾ എരിവ് കുറവുള്ള പച്ചമുളകാണ്, കാരണം ഇത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പച്ചമുളകൊന്നും നാട്ടിലത്ര എരി ഉണ്ടാവില്ല. ടർക്കിഷ് ഷോപ്പിലും അറബിക് ഷോപ്പിലൊക്കെ പോകണമെങ്കിൽ എരിവുള്ള പച്ചമുളക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുളക് കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം, അരപ്പ് തയ്യാറാക്കാം. അപ്പം ഇത്രയൊക്കെ ഐറ്റംസേ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂല്ലോ. ഉള്ളി മാത്രമേ ഇല്ലാത്തതുള്ളൂ. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പരിപ്പിൽ കൂടെ മിക്സ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഒരു വിസിൽ ഞാൻ അടിച്ചു. അപ്പം തന്നെ തുറക്കുന്നുണ്ട് കേട്ടോ, കാരണം വലിയ വേവിൻ്റെ ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം വെന്തുടഞ്ഞു പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക വേണ്ടൂ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണേൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റ്സും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഒരു കബേർഡിൻ്റെ മുകളിൽ ഫോൺ സെറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ കൈ പിടിച്ചിട്ടൊക്കെ എടുക്കുന്നത്. ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം, കാരണം ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളതുകൊണ്ട് തന്നെ എന്താണ് ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് പരിപ്പിലോട്ട് ഇനി ചേർക്കാനുള്ളത് ചീരയാണ് കേട്ടോ. ഫ്രോസൺ ചീരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ എക്സാക്ട് ചീരയാണോ എന്ന് വെച്ചാൽ അല്ല, ഇത് വേറൊരു കൈൻഡ് ഓഫ് ചീരയാണ്. പക്ഷേ ജർമ്മൻ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വളരെ റേറ്റ് കുറവിന് ഫ്രോസൺ ചീര നമുക്ക് കിട്ടും, വാങ്ങാൻ കിട്ടും. ഇത് പക്ഷേ എന്താണ് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കറക്റ്റ് പരിപ്പും ചീരയും എലിശ്ശേരി വെച്ച ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പച്ചമുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. ഇനി നമ്മൾ വിസിലടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫ്രോസൺ രൂപം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചീര നല്ല വെന്ത് കിട്ടും നമുക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരപ്പൊഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ് പരിപ്പും ചീരയും എലിശ്ശേരി വെക്കാനായിട്ട്. അപ്പോൾ ഈ ചീര എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഈ ഒരു കറി ടൈപ്പിൽ വെക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. കറക്റ്റ് നമ്മുടെ നാട്ടിലെ ചീരയുടെ അതേ സ്വാദ് തോന്നി. പക്ഷേ നമ്മൾ തനിയെ ചീര ഒലത്തുന്ന ആ ഒരു തോരൻ വെക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നുന്നില്ല. കാരണം സ്റ്റിക്കി എഫക്റ്റ് വരും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചീരയുടെ പോലെ ഒലർന്നിരിക്കില്ല. അപ്പോൾ അതേസമയം ഞാനിപ്പോൾ ചോറും വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് വെക്കുന്നത്. ഇവിടെ കുറച്ച് ഈസി ആയിട്ട് കിട്ടുന്നത് ഈ ബസ്മതി റൈസും പിന്നെ ഒരു പാർബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞിട്ടൊരു, എല്ലാം വൈറ്റ് റൈസ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ മട്ടരിയൊക്കെ ഇന്ത്യൻ ഷോപ്പിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതും പാരലലി ഞാനിപ്പോൾ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് കറി താളിക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളകൊന്നുമില്ല, സോ ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് എന്താണ് കടുക് പൊട്ടിച്ച് നേരെ ഒഴിക്കുകയേ വേണ്ടൂ. വറ്റൽമുളക് നമുക്ക് ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും, പക്ഷേ നല്ല റേറ്റാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അത്രയേ ഉള്ളൂ. കടുക് പൊട്ടിക്കുക, നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നല്ല താളിപ്പ്.
ആയിട്ട് ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റിയാണ്. പക്ഷേ എന്താണ് ഐറ്റംസൊക്കെ കുറവാണെന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും കുറവില്ല. നമ്മുടെ നാട്ടിലെ അതേ ഒരു പരിപ്പും ചീര എലിശ്ശേരിയുടെ അതേ ടേസ്റ്റ് കിട്ടുംട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് ജർമ്മനിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം തന്നെ ഞാൻ കുറേ പ്രാവശ്യം ഇത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു പാക്കറ്റ് ഫ്രോസൺ ചീര വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത്യാവശ്യം ഒരു 5, 6 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. പരിപ്പായാലും അങ്ങനെ തന്നെയാണ്. ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ സെയിം ടൈം കുറച്ച് ക്യാബേജും കൂടി വാട്ടിയിരുന്നു. അപ്പോൾ അതും ക്യാബേജ് വാട്ടിയതും പരിപ്പും ചീരയും എലിശ്ശേരിയും പ്ലസ് നമ്മുടെ തൈരും. ഇവിടുത്തെ കേട് നല്ല അടിപൊളി കേടാണ്. ഉപ്പൊന്നും ഇടാതെയാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തിട്ടാലും അമ്മയോ ആരെങ്കിലും ഉണ്ടാവും ക്ലീൻ ചെയ്യാൻ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കണേന് മുന്നേ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കണം അടുക്കള. കാരണം ഇത് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ് ഡോമിൻ്റെ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൂംമേറ്റിന് എന്താണ് ക്ലീൻ ചെയ്തിട്ടെടുത്തില്ലെങ്കിൽ കംപ്ലയിൻറ്റ് പോകും. അപ്പോൾ നമ്മ എന്താണ് അപ്പപ്പം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. എന്നാൽ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചൺ നീറ്റാക്കിയിട്ട് ഇപ്പോൾ കഴിക്കാൻ പോവാണ്. തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ പരിപ്പും ചീരയും തൈരും കൂടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് പരിപ്പും ചീരയിൽ തക്കാളി ഇട്ടില്ലെങ്കിലും ഈ തൈര് കൂട്ടി തിന്നുമ്പോൾ ഒരു ചെറിയൊരു പുളി രസം എന്ന് പറയാൻ പറ്റില്ല. കാരണം പുളി കുറവാണ്. പക്ഷേ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വരുന്ന വീഡിയോസിൽ വീണ്ടും കാണാം.